എല്ലാവർക്കും എടുത്തു. അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ റോട്ടിലത്തെ കട്ട വിരിക്കലിതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പറമ്പിൻ്റെ അവിടെ വരെ ആയിട്ടുണ്ട്. ഇപ്പോഴേ ഇവിടെ കിളികൾക്കൊന്നും തിന്നാനൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പോൾ നമ്മളിത് പപ്പായ ഇങ്ങനെ നിർത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ പോലെ തന്നെ കാണുന്ന ഒരു അമ്മയും കൂടി ഉണ്ട് എനിക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ. അപ്പോൾ നമുക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂ പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ ഈ വയലേറ്റ് പൂ തന്നെ ആദ്യം പൊട്ടിക്കാന്ന് വെച്ചുട്ടാ. ഇത് ഭയങ്കര ഭംഗിയല്ലേ, കണ്ടോ? അപ്പം ഞാൻ വെട്ടിയത് എന്താ പറയുക, കുറേ കൂടി നേരത്തെ വെട്ടണ്ടായിരുന്നു. നന്നായിട്ട് പൂവ് കിട്ടിയാണ് നമുക്ക് ഇതുമെന്ന്. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള പൂവൊക്കെ ഇതുമെന്ന് ഇപ്പോഴും പൊട്ടിക്കാൻ കിട്ടും കേട്ടാ. എനിക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള പൂവ് പൊട്ടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ പൂവൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിരിഞ്ഞു നാളെ കൊഴിയും, നാളേക്ക് കൊഴിയും. അപ്പം അങ്ങനെയുള്ള പൂവ് മാത്രമേ ഞാൻ പൊട്ടിച്ചെടുക്കുള്ളൂ കേട്ടാ. ചെത്തിയൊക്കെ ഞാൻ എന്താ പറയുക അങ്ങനെ പൊട്ടിക്കില്ല. അത്രയും കൊഴിയാറായിന്ന് കാണുന്നത് മാത്രം പൊട്ടിക്കുള്ളൂ. എന്നാണാവോ പൂവ് മുറ്റത്തുനിന്ന് പോകുമ്പോഴേ ഒരു വിഷമം. അപ്പം അത് കാരണം അന്നാന്ന് കൊഴിയണ പൂവ് മാത്രം നോക്കി പൊട്ടിക്കും. ഇനി പൂക്കളിടട്ടെ. അപ്പം കുറച്ച് പൂവ് മേടിച്ചു വിട്ടാ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമ്മുടെ വീട്ടിലുള്ള പൂവ് മുഴുവൻ പൊട്ടിക്കാനായിട്ട് ഇത്തിരി ഇഷ്ടക്കുറവാണ്. അതുകൊണ്ടാണ് മേടിക്കേണ്ടി വരുന്നേട്ടാ. അപ്പം ഇതാ നമ്മുടെ പൂക്കളിട്ട് കഴിഞ്ഞു കേട്ടാ. ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കുക. അത്യാവശ്യം കുറച്ച് പൂവൊക്കെ ബാക്കിയുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളം അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പൂക്കളിരുന്നപ്പോഴേ അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം അവിടെ കാണാൻ കേൾക്കാണ്ടിട്ടാ. അപ്പോൾ നമ്മളിതാ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടാ. അപ്പോൾ ഇതാ ഞാൻ നെറ്റൊക്കെ ആയിട്ടാ വന്ന് നോക്കണേ. നമുക്ക് ഇവിടെ ഷായിട്ട് എനിക്ക് കയ്പയ്ക്ക് പന്ത്രണ്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെറ്റൊക്കെയും കൊണ്ടാണ് പോന്നിട്ടുള്ളത് ഞാൻ. ഷായിട്ട് നോക്കിയേ മണ്ണ് കണ്ട ഇതേപോലെ കൊത്തിളക്കണേ. കട്ടിയതായിട്ട് ഞാൻ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാൻഡ് വയ്ക്കണമെന്ന് മോനില്ല. അപ്പോൾ അതും കൈ പിടിച്ചു വരുന്നതിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഷായിട്ടും കൊത്തിയാക്കുന്നത് കാട്ടിത്തരാം. ടേസും കൂട്ടാ അമ്പ്രു അമ്പ്രു നീ കണ്ടോ ഇന്ന് ഷായിട്ട് മറ്റേ കൊത്തി കൊണ്ടാട്ടാ മണ്ണ് കൊത്തിളക്കുക. ഇതേപോലെ കൊത്തിളക്കും കണ്ട. ഈ കുമ്മായൊക്കെ ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട് ഇവിടെ ഇട്ടതാട്ടാ. കുമ്മായി ഇട്ടതിന് ശേഷമാണ് ഇതേപോലെ നമ്മൾ കൊത്തിളക്കണേ. മണ്ണിനെ അങ്ങോട്ട് കളച്ച് പൊടിച്ചെടുക്കും. അത് മാത്രല്ല അല്ലേ ഷായിട്ടാ, പാമ്പ് കണ്ട ഇരകള് കണ്ടോ? ഇല്ല അതിങ്ങനെ വലിയ കട്ടകൾ ഉടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കണവര്. ഇരകൾ വേണട്ട മണ്ണില്ലേ, എങ്കിലാണ് നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ഇതേപോലെ ഇരകളൊക്കെ ഇരിക്കുള്ളൂ. ഇരയല്ല ഇരകൾ ഇരിക്കുള്ളൂ. ചേട്ടന് നമ്മൾ ഈ മണ്ണിങ്ങനെ കൊത്തിളക്കണ കാരണം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും. കൊത്തിളക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് തന്നെ വരണം. മറ്റേത് അങ്ങനെ മിക്സ് ചെയ്ത് പോവുക അടിയിലേക്ക്. നമ്മളെ ആദ്യം നിലം പണിയുമ്പോൾ പറയും ട്രാക്ടർ ഒരു പ്രാവശ്യം പൂട്ടും, ഞങ്ങൾ പറയാ പണ്ടൊക്കെ പറയാ ഇന്ന് 2 ചാല് പൂട്ടിന്ന് പറയും. അതായത് ഒരു പ്രാവശ്യം കഴിഞ്ഞു വീണ്ടും ഒരു പ്രാവശ്യം. അപ്പോൾ അടിമണ്ണൊക്കെ മേളിലേക്ക് വരും ശരിക്കും. നന്നുണ്ട്. അപ്പോൾ ഷായിട്ട് ഇങ്ങനെ കളച്ച് അടിമണ്ണിൻ്റെ മുകളിലേക്ക് ആക്കി എടുക്കും നമ്മൾ. അപ്പോൾ നമ്മളിതിൽ നട്ടു കൊടുക്കുമ്പോഴില്ലേ നമ്മുടെ ചെടികൾക്ക് എന്താ പറയുക കേടുകൾ കുറയും, വളർച്ച കൂടും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം ഇനി ഞാൻ ഷായിട്ടാ നമ്മുടെ അയ്യോ നോക്കി വീണ്ടും വരാ ആ കട്ടകൾ ഷായിട്ടിനോടല്ലേ എന്തോരകളെന്നറിയോ. ഞാൻ ജസ്റ്റ് കാട്ടിത്തരാട്ടാ. അടിയിലേക്ക് പോയി ദേ ഇവിടെയൊക്കെ ഉണ്ട്. ദേ കണ്ടാ? ഓ ദേ നീ കണ്ണത് അരിയാണ് കേട്ടാ. ചിരകളാ വലിയ വലിയ കട്ടകൾ ഉടയ്ക്കുമ്പോഴാണ് അത് അറിയണേ കേട്ടാ. ഇതിലൊക്കെ നിറച്ചാ കണ്ടോ അവര് വേഗം വേഗം പോവും. ഇരകൾ എത്രയോ ഉണ്ടാവണം മണ്ണില്, അത്രയും നല്ലതാ. ഇരകള് കണ്ട ഇതേപോലെയുള്ള ഇരകളാണ്. ഇപ്പുറത്ത് കണ്ട
ഇതിലൊക്കെ നിറച്ചതാ. അങ്ങനെയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതന്നെ അത്രയധികം ഇരകളുണ്ട്. അപ്പോൾ മണ്ണിൽ വേണം കേട്ടോ, ഇതേപോലെ ഇരകൾ വേണം നമുക്ക് മണ്ണിൽ. അമ്പ്രസുട്ടാ നോക്കി നമ്മുടെ ടൈസും കുട്ടാ, ഇതേ പേളിക്കുട്ടി. എത്ര പേരാന്ന് നോക്കി ഷായറിൻ്റെ ചുറ്റും നിൽക്കണേ. ഞാനേ കൈപ്പയുടെ കാല് പിടിച്ചിട്ടുണ്ട് പന്തല് കേട്ടോ. ഞാൻ പോവാ. അതേവരൊക്കെ ഇതേ ചുറ്റിപ്പറ്റി ഇദ്ദേഹൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ്. ടൈസും കുട്ടാ ഭയ നമുക്ക് പോവാം. വാ എത്തി കേട്ടോ. ഭയ നോക്കി നടന്നോ കേട്ടോ. കൊടുത്തിട്ടോ ചവിട്ടാണ്ട്. വാ അപ്പം കണ്ടോ, പന്തലിടാൻ വേണ്ടിയിട്ട് ഷായിട്ട് എനിക്കിവിടെ 4 മുള കുഴിച്ചിട്ട് തന്നിട്ടുള്ളത്. കാലിയാണ് ബ്രോ, കാലുമ്പൊക്കെ ചിറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങോട്ട് ഒതുങ്ങിയിരുന്ന പൊന്നു ആ. വല കെട്ടണേക്കാളും മുന്നേ എനിക്ക് തോന്നുന്നു 4 സൈഡിൽ ആദ്യം കയറ് കെട്ടി കൊടുക്കാം, എന്നിട്ട് വലേനെ കെട്ടാം. അപ്പോൾ പിന്നെ എളുപ്പമെന്ന് തോന്നുന്നു, അറിയില്ല. ഈ പന്തൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണേ. വെറുതെ വലേനെ അങ്ങോട്ടൊക്കെ വലിച്ചിടാറുണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടി വൃത്തിയാവുമെന്ന് എനിക്ക് തോന്നുക. നോക്കി നോക്കട്ടെ കേട്ടാ, കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം അത് ഭംഗിയാവോ എന്നുള്ളത്. എൻ്റെ ഒരു ഐഡിയയിൽ വേറൊരു രീതിയിൽ കെട്ടി നോക്കണതാണ്. ഷൈഡ് ഇത്തിരി ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. എന്തായാലും അടിയിലേക്കൊന്നും ഞണ്ട് വലിയ ഷൈഡാ, ഇത്തിരി ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. ഇറക്കണം നോക്കിയേ, ഈ ഹൈറ്റ് ഇത്ര വേണ്ടേ, കുറച്ച് ഇറക്കല്ലേ. 6 അടിയിൽ ഇടാൻ പറ്റില്ല. ഇത്ര ഹൈറ്റ് എൻ്റെ നോക്കിയേ, ഈ ഹൈറ്റ് മതി. വേണം ഇത്തിരി ഇറക്കി, എപ്പോഴും ഇറക്കി കിട്ടിയാൽ മതി. അതിനെ പതുക്കണ്ട് ഇറക്കാൻ പറ്റും. ഈ ഭാഗത്ത് ഇത്തിരി ഹൈറ്റ് കൂടി പോയി, സ്റ്റൂളേ വലിയ ബാലൻസ് ഇല്ല, ഒരു ചെറിയൊരു ആട്ടം പോലെ. ഞാൻ നിൽക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു കാലിനെ ഇത്തിരി നീളം കുറവുണ്ടേ.
ഞാൻ വിട്ടുണ്ട് കേട്ടാ. വിട്ടുണ്ടെന്ന്. വാ വാ ഇങ്ങോട്ട് വായോ. അതോ ദേനല്ലേ ഇങ്ങോട്ട് വാ. അതെ നമ്മുടെ പണിസ്ഥലത്തെ സ്റ്റാഫാണേ. ഷായറിന്റെ അടുത്തേക്ക് ഒന്ന് വന്നതാ. അപ്പൊ ഇവര് കുറച്ച് ചെല്ലുക ആളെ ഇവിടേക്ക് വരുമ്പോ പെട്ടെന്ന് അവർക്ക് ആൾക്കാരെ മനസ്സിലാവാത്ത പോലെയാണ്. പിന്നെ മണം കിട്ടി ഓക്കെയായി. ഇങ്ങോട്ട് പോരെ. അവരുടെ പിന്നാലെ പോയി. അവർക്ക് ഒന്ന് അവിടെ വരെ പോയി അവിടത്തെ ആളിനെയാണെന്ന് അറിയാൻ വേണ്ടോ. അതുവരെ പൂട്ടാ സ്റ്റാഫിന്റെ പിന്നാലെ. അപ്പൊ ഞാനിതാ 4 സൈഡ് നമ്മുടെ കയറ് കെട്ടല് കഴിഞ്ഞു. ഇനി ആണ് നമ്മുടെ നെറ്റിന്റെ കാര്യങ്ങള്. മനസ്സിലെന്തൊക്കെ കണ്ടുണ്ട് ഞാൻ. അതേപോലെ ഭംഗി ആവണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. പോയി യശായിട്ടാ അവരങ്ങോട്ട് പേലിക്കുട്ടി ഇവിടെ കിടന്നില്ല. അമ്പറും ടൈസിനും പോയില്ലേ. അപ്പം നോക്കി ഞാൻ വിചാരിച്ച പോലെ തന്നെ പന്തലപ്പണി റെഡി ആയിട്ടാ. കാരണം നെറ്റേ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ 4 സൈഡിൽ കയറ് കെട്ടിയപ്പോൾ പിന്നെ അതുമിക്കൊക്കെ ഇങ്ങനെ വലിച്ച് കെട്ടിയപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല വലിച്ചിലുണ്ട്. അപ്പോൾ തൂങ്ങലില്ലാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ വലിച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടുണ്ട്. അതിങ്ങനെ കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യപ്പം അതുമിക്ക് ഇങ്ങനെ കയറുകയുള്ളൂ. സുഖമായിട്ട് എളുപ്പത്തിൽ തന്നെ 2 സൈഡിലും കയ്യപ്പ് കൈ ഉണ്ടായി നിൽക്കാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വളർന്നോളേ. അപ്പോൾ കുറച്ചും കൂടി ഭാഗങ്ങളും കൂടി ഒന്ന് കെട്ടി വലിക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിഴിഞ്ഞാവല് ഷുഗറിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് കമൻറ്റ് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അതേ പിന്നെ ഇത് കളയാറേ ഇല്ല. കാരണം ഷുഗർ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയൊരു ഗുണം ഉണ്ടായോട്ടെ വെച്ചിട്ട് ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം ഞാനും ഷായനും കൂടെ, അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കളയില്ല, എല്ലാം കഴിക്കാറുണ്ട്. കാരണം ഉണ്ടല്ലോ ഇതൊരു 10-12 മണിയൊന്നല്ല, അതിനേക്കാളും കൂടുതൽ ഇട്ടാലാണ് നമ്മുടെ സാധാരണ ഒരു ഞാവലിൻ്റെ അത്രയും നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും തിന്നാനൊന്നുമില്ല. ഞാവൽപ്പഴത്തിൻ്റെ കറിയില്ലേ, ആ ഒരു കറ മാത്രമേ ഇതിന് കിട്ടുള്ളൂ കേട്ടോ. കാരണം അത്രയും കുഞ്ഞിതല്ലേ കായ. ഇപ്പം ഇതിന്മേൽ നിൽക്കണ ഈ ഒരു കായ കണ്ടോ, ഈ കായ ഒരു കറുപ്പ് കളർ വരും. അപ്പോൾ തൊട്ട് നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. ഷുഗറിന് നല്ലതെന്ന് പറഞ്ഞ പിന്നെ കേട്ടോ ഞാനിത് തിന്നു തുടങ്ങിയത്. അതുവരെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പന്തൽ പണി ഇവിടുത്തെ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്പഴങ്ങ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും കമൻറ്റ് വരാറുണ്ട് കേട്ടാ. ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്പഴങ്ങനെ കുറിച്ച് എപ്പോഴും പറയാറില്ല. നമുക്ക് അമ്പഴം ഉണ്ട്. ഈ ഒരു അമ്പഴത്തെ ഈ മേടിച്ച് വയ്ക്കുമ്പോൾ തന്നെ ഒരു കൊലയുണ്ടായിരുന്നു, ഒരു ചെറിയൊരു തയ്യായിരുന്നു. അന്നേ ഉണ്ട് ചെറിയൊരു കൊല. അതിനുശേഷം ഈ അമ്പഴം ഇല്ലാത്തൊരു ടൈമില്ല, എപ്പോഴും ഉണ്ടാവും അമ്പഴം. ഇതിപ്പോൾ നോക്കി കണ്ടോ, ഭയങ്കര ചള്ളായിട്ട് ഇത് തിന്നാൻ നല്ല ടേസ്റ്റാ. ഇപ്പൊ ദേ കണ്ടോ, പിന്നെ കണ്ടോ ദേ ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും ഇവിടെ കണ്ടോ പൂവ്, ഇനി അടുത്തൊരു കായ ഉണ്ടാവണ പൂവാണ് ഇതും ഇതൊക്കെ. അപ്പോഴേക്കും എന്താ ഇവിടെ കണ്ടോ, അങ്ങനെ നല്ലൊരു അമ്പഴത്തിൻ്റെ ഒരു തൈയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് നമ്മുടെ കുക്കമ്പറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാണ്ട് അത് പൊട്ടിക്കാം നമുക്ക്. ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ.
നമ്മുടെ കുക്കമ്പർ എന്തോരം കുക്കമ്പറാണ് നമ്മൾ ഇതിൽ പൊട്ടിച്ചെടുത്തത്. നമ്മുടെ അന്നത്തെ ആ മഴയാണ് കുക്കമ്പറിന് ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയിരുന്നു. അപ്പം അന്ന് അത്യാവശ്യം മൂത്ത് കിട്ടാനുണ്ടായിരുന്നു, 1-2 നമുക്ക് പൊട്ടിക്കാനുണ്ട്. ബാക്കി കായകൾ നിറച്ചിട്ടുണ്ടായതില്ലേ, കണ്ട അവരൊക്കെ നിന്നോർത്ത് നിന്ന് കണ്ടോ ഇതേപോലെ. കാരണം ചെടിയൊക്കെ പാടി നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടാ, പക്ഷെ എല്ലാം പോയി. അപ്പം ഞാൻ ഇതുമെന്നുള്ള കുക്കമ്പർ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഒരു 5-6 കുക്കമ്പർ ഉണ്ടാവും കേട്ടോ പൊട്ടിച്ചെടുക്കാനായിട്ട്. കണ്ടോ എന്തോരം കുക്കമ്പറായാലും നമുക്ക് ഇതുമെന്ന് കിട്ടി നോക്കണേ, എത്ര ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മഴ പെയ്തില്ലെങ്കിലേ നമുക്ക് ഈ ഒരു പിടിച്ച് പോവില്ല. ഇപ്പോഴും നന്നായിട്ട് പൊട്ടിക്കാനും കിട്ടിയാനെ. സാരില്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നട്ടു കൊടുക്കണ കാരണം നമുക്ക് കുക്കമ്പറിന് ക്ഷാമം ഉണ്ടാവില്ല കേട്ടാ. എപ്പോഴും കുക്കമ്പർ ഉണ്ട് നമുക്ക് പൊട്ടിക്കാനായിട്ട്. ഞാൻ കാട്ടിത്തരം പുതിയ കടയമ്മതാ ഉണ്ടായി തുടങ്ങി. അത് സ്നോ വൈറ്റ് കുക്കമ്പർ കേട്ടാ. ഇതിലില്ല, ഇതിലത്തെ കാട്ടിപ്പോയി. ഇതുണ്ട് പാവ, ആ തണ്ട് നോക്കിയേ ഇതേപോലെ പഴുത്ത് വന്നു. എന്നാലും കുക്കമ്പർ നോക്കിയാൽ കാട്ടിട്ടാ നിൽക്കണ നോക്കിയേ, കണ്ടോ. ഇനി നമ്മുടെ ഇതില്ലേ, ഇത് ഞാൻ ഇപ്പം തന്നെ വൃത്തിയാക്കാൻ പോവാ. നമുക്ക് അടുത്തത് പൊട്ടിക്കാനുണ്ട്, നമുക്ക് പടവലം പൊട്ടിക്കാനുണ്ട്, നമുക്ക് പീച്ചിങ്ങൊക്കെ പൊട്ടിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഇപ്പം തന്നെ ഞാൻ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായട്ടിന് അവിടെ കളച്ച് പറമ്പിൻ്റെ ഓരോ ഭാഗം വൃത്തിയാക്കി വരുന്നതനുസരിച്ച് ഇവിടെയും ഒന്ന് ചെത്തി വൃത്തിയാക്കാനും, അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ കുമ്മായൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് കൊത്തിയിളക്കി ഇടാനൊക്കെ പറ്റി. അപ്പം എന്തെങ്കിലും പുതിയത് കിട്ടണമെങ്കിൽ വേഗം നട്ടു കൊടുത്താൽ മതിയല്ലോ. ഇവിടെ വരെ നമ്മുടെ പടവലം എന്താ പടർന്നു വന്നിട്ടുണ്ട് കേട്ടാ, ഉണ്ടോ. ഇത് പടവലായിട്ടായി പടർന്നിട്ടുള്ളത്. അവരങ്ങോട്ട് കയറ്റിയെടുക്കാം. അപ്പൊ നോക്കിയേ നമ്മുടെ പന്തല് വൃത്തിയാക്കി കയറ്റി കാട്ടട്ടെ. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാം. അതല്ലെങ്കിൽ പടവലം കയറ്റി കൊടുക്കുന്നുണ്ടല്ലോ, ഒന്നെങ്കിൽ പടവലം തന്നെ വരട്ടെ. ഇത് വൃത്തിയിലേക്ക് കെട്ടി വെച്ചതാ, നല്ല ഭംഗിയായി ഞണ്ട് കിടക്കായിരുന്നേ. ഇത് കുറെ എന്തെങ്കിലും വെയിറ്റ് കൊണ്ട് ഇങ്ങനെ പന്തലിങ്ങനെ തൂങ്ങി തൂങ്ങി വരും. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ പടവലം പൊട്ടിക്കാം. പടവലേ തെങ്ങിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്, ആദ്യമേക്കായിട്ട് ഉണ്ടാവണത്. അത് മുകളിലേക്ക് പോകുന്നതോറും ഉണ്ടാവും, കൂടും തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ചെറുതുകളൊക്കെ ഇതേ ഉണ്ടാവണുണ്ട് കേട്ടാ, ഇതേ ചെറുത് പിന്നെ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് പൊട്ടിച്ചെടുക്കട്ടെ. അത്യാവശ്യം നീളം വന്നേനേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലൊന്ന് മറ്റേ ചെറിയ കല്ലുണ്ടല്ലോ അത് കെട്ടിട്ടിറങ്ങിയേ, വണ്ണം വന്നേനെ കേട്ടാ. നമ്മുടെ പീച്ചിങ്ങ പൊട്ടിക്കാം. നമ്മുടെ പപ്പായയുടെ കളർ നോക്കി ഉൾവശം. ഞാൻ പപ്പായ പൊട്ടിച്ചു കൊണ്ടുപോയാലും ഇതുവരെ ചെത്തിയൊന്നും കാട്ടി വന്നിട്ടില്ലല്ലോ, കണ്ടോ. ഒരു പ്രത്യേക ഭംഗിയായിട്ടോ, നല്ല കളറാണ് കാണാനായിട്ട്. നേരിട്ട് കാണാൻ ഒരു ഭംഗി, വീഡിയോയിൽ പോലും ആ കളറിന് കിട്ടാത്ത പോലെ എനിക്ക് തോന്നണേ. അപ്പം നമ്മളെ ഇവിടെ ഇപ്പോൾ കിളികൾക്കൊന്നും തിന്നാനല്ലോ, അപ്പോൾ ഒരു പപ്പായ നിർത്തി കൊടുക്കും. ഇനിയിപ്പോൾ ഇത് ഏതാണ്ടായി, ഇനി അതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്ത് പപ്പയുണ്ടല്ലോ, അതും ഇതേപോലെ മാറി കൊടുക്കൂട്ട തിന്നാനായിട്ട്. നമുക്ക് പൊട്ടിക്കാൻ കിട്ടും, അവർക്കും കൊടുക്കും. പിന്നെ അറിയാലോ, ഈ 2 പപ്പയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടയ്ക്ക് തന്നെ പപ്പായ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആയാലും
ഇവിടുന്നേ തന്നെ പപ്പായ ഉണ്ടായിരുന്നു, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു പപ്പയുടെ കടക്കുന്ന തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ പൊട്ടിക്കണില്ല, ഈ വട്ടം അവർക്ക് കൊടുക്കുകയും ചെയ്തേ. നമ്മുടെ പീച്ചിങ് 2 പൊട്ടിക്കാണ്ടിട്ടാ. മഴക്കാലം എത്ര വന്നു പോയാലും നമുക്ക് വീട്ടാവശ്യത്തിന് നമുക്കുള്ള പച്ചക്കറി എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ ഈ പ്രാവശ്യം കുക്കമ്പറൊക്കെ എന്തോരുണ്ടായി കിട്ടിയത് നമുക്ക്. അങ്ങനെയും ഉണ്ട്. അയ്യോ ഇതൊരു കുഞ്ഞിതാ, ഇതധികം വളർച്ച വന്നില്ലല്ലോ. അതിന് വളർച്ച വരാത്തതിന്റെ കാരണം ഇതന്നെയാ, ആ മഴയത്ത് ഈ കൊക്കി കണ്ടില്ലേ, ഇതേ കണ്ടോ. അപ്പോ ആ മഴ സമയത്ത് ഉണ്ടായ കായകളൊക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടായി. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഈ കവറൊന്നോട് എടുത്ത് വെച്ചിട്ട് പറ്റാട്ടാ, എന്തേലും തുടക്കി പുതിയവർക്ക്. ഞാൻ പറഞ്ഞത് നമ്മുടെ കുക്കർ പുതിയ തൈ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പറാണ് കേട്ടോ. അതെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, കണ്ടോ. നിറയെ എക്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. പേളിക്കുട്ടി മുന്നേ അങ്ങോട്ട് നടന്നല്ലോ. ഞാൻ പോവാന്ന് പറയുമ്പോഴേക്കും അവിടെ നടന്നു കേട്ടാ. ഇതേപോലെ നമ്മളിതാ ഓണ ഡ്രസ്സ് എടുത്തു കേട്ടാ. അപ്പോൾ ഓണ ഡ്രസ്സ് ഞാൻ എടുക്കാറുള്ളത് എന്താ പറയുക, നമ്മുടെ കണ്ണൻകുട്ടിക്ക്, അനിയന്, അവിടെ ഫാമിലിക്ക് എടുക്കും. പിന്നെ അതേപോലെ ചേട്ടൻ്റെ 2 മക്കൾക്കൊക്കെയാണ് ഞാൻ എടുക്കുക. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് എടുക്കും, പിന്നെ പെങ്ങൾക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എടുത്തു. അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അതായത് എല്ലാ വർഷവും ഓണത്തിന് അവർക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, ഇപ്പം മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബ്ലൗസാണ് കേട്ടോ. ആ സെറ്റ് മുണ്ടിനൊക്കെ എടുക്കാനായിട്ട് നല്ല ഈ കളർ കണ്ടു, അപ്പോൾ നല്ല ഇഷ്ടമായി, നല്ല റെഡ്. അപ്പം ഞാൻ അങ്ങനെ വേഗം ബ്ലൗസ് എടുത്തു. പിന്നെ എനിക്കുള്ളതൊക്കെ ഇനി വേറെ ദിവസം പോയി എടുക്കണം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേഗം കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് എടുത്തത് ഞാൻ കാട്ടിത്തരാം കേട്ടാ. ദേ കൺമണിക്കുട്ടിക്ക് എടുത്തത് ഇതേപോലത്തെ ഒരു സെറ്റ് പാവാടയായിട്ടുള്ളതാണ് കേട്ടാ. ഉണ്ടോ, നല്ല ഇഷ്ടമായി എനിക്ക്. പിന്നെ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ പോലെ തന്നെ കാണുന്ന ഒരു അമ്മയും കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ 2 അമ്മമാർക്ക് കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ സാരി എടുത്തു കേട്ടാ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറേ പേർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കണില്ല. പിന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ, അതായത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് അനിയൻ്റെ ഡ്രസ്സ് ഉണ്ട് ഇതിൽ. പിന്നെ അതേപോലെ കുറേ ഉണ്ണികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയാനില്ലേ. പിന്നെ ഇതൊക്കെ ടോപ്പുകൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് അങ്ങനെ കാണിക്കണില്ല കേട്ടാ. കുഴപ്പമില്ലാതെ നല്ല നല്ല ടോപ്പുകളാണ് എല്ലാതും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ടോപ്പുകളാണ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഓണക്കോടി എടുത്ത് നോക്കണേ. ഇനി എനിക്കെടുക്കണം, ഷായേട്ടന് എടുക്കണം, മക്കൾക്ക് എടുക്കണം. പിന്നെ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലേ, ഒരുവിധം ഇങ്ങനെ കുഞ്ഞു പിള്ളേരുകൾക്ക് അവർക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടേസ്റ്റ് മാറി. ഇപ്പം എൻ്റെ മക്കൾക്കുള്ള ഡ്രസ്സ് പോലും ഞാൻ എടുക്കാറില്ല, അതൊക്കെ ഞാൻ തന്നെ എടുക്കാറ്. കാരണം നമ്മുടെ പോലെ ഡ്രസ്സുകളുടെ മോഡേൺ മാറുന്ന പോലെ തന്നെ അവരുടെ ഡ്രസ്സുകളും ഓരോ വട്ടം ചെല്ലുന്നൊരു ഓരോ മോഡലാണല്ലോ. ഇന്നിടുന്ന ഇതേ സെയിം ഷർട്ടാവില്ല നാളെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവർക്കുള്ളത് എടുക്കുക. കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഞാൻ എൻ്റെ ഫാമിലിയിലെ എല്ലാ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ എനിക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളതും എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ ഞാൻ പോണതൊന്നും പിടിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്നറിയോ, ഷായേട്ടന് ഒഴിവുണ്ടായിരുന്നില്ല വീഡിയോ പിടിക്കാനായിട്ട് എൻ്റെ കൂടെ വരെ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഗ്യാപ്പ് കിട്ടി, ഞാൻ വേഗം പോയി എടുത്ത് വന്നു. അതാണ് ഉണ്ടായിട്ട്. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0യിലേക്ക് ഓണസദ്യ അച്ചാറാണ് ഇടുന്നത്. മാങ്ങച്ചാറും ഇടണം, വടുകപ്പുളി അച്ചാറും ഇടണം. അപ്പം അത് ചെയ്യാൻ പോകണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ വീഡിയോയിൽ ഞാൻ നമ്മളോട് കൂട്ടുകറി വെക്കാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, ആ റെസിപ്പി ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക മസാലയാണ്.
ആ മസാലേനെ വേറെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകറി മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ആ മുന്നിട്ട ഒരു ഭാഗമാണ് കേട്ടോ എടുത്തിടുന്നത്. കാരണം അത് വേറെ മാറ്റി വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് വരിക. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകറിയിലേക്ക് വേണ്ടത് കടലപ്പരിപ്പായിട്ട് എടുത്തോക്കണേ. അതും ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെറിയൊരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കഴുകി വാരി നമ്മളത് എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇപ്പം ഇടണില്ല കേട്ടോ. ഈ കടലപ്പരിപ്പ് ഉണ്ടല്ലോ ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കലത്തിൽ വെച്ച് വേവിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്താ തീ കത്തിച്ച് നമ്മൾ മൂടി വെക്കണം കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, ഇത് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് കൂട്ടാം അതിൻ്റെ വെള്ളം. കാരണം പരിപ്പ് നമുക്കറിയാലോ, പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പൊന്തിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളാം. തിളയ്ക്കുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കും ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കുണ്ടല്ലോ ഇതിലേക്കുള്ള കഷ്ണങ്ങൾ നോക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങൾ കായ, ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, ഈ 5 കൂട്ട സാധനങ്ങളാണ് നമ്മൾ കൂട്ടുകറിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കൂട്ടുകറി ഉപയോഗിക്കാനായിട്ട് കടലയ്ക്ക് ഉപയോഗിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് കടലപ്പരിപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആദ്യം കുമ്പളങ്ങയുടെ തൊലി ചെത്തണം കേട്ടോ. കുമ്പളങ്ങയുടെ തൊലി ചെത്തി കളയൂല നമ്മൾ. അത് കഴിയുമ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിലിരിക്കുന്ന ചോറുണ്ട് കണ്ട, ചോറെന്നാണ് ഞങ്ങൾ പറയാട്ടെ. കുമ്പളങ്ങയുടെ ഈ കുരുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതും കളഞ്ഞ് നമ്മൾ എടുക്കണം കേട്ടോ. ഇനി അതേപോലെ തന്നെ മത്തങ്ങയുടെ നമ്മൾ തൊലി കളയണം. നമ്മുടെ ഈ മത്തങ്ങയുടെ ഉള്ളിലും ഇങ്ങനെ കുരുണ്ട്, അത് കളയണം കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ ചേനയാണ്, ചേനയുടെ തൊലി കളയണം. ഇനി നമ്മൾ കായയുടെ ഈ 2 സൈഡും കളയും. ഈ ഒരു എക്ക് പോലെ ഇങ്ങനെ നിൽക്കണ ഈ ഭാഗം കളയും കേട്ടോ. അതേപോലെ ക്യാരറ്റ് ഇത് തൊലി കളയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ പരിപ്പ് തിളച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാൻ തീ കൂട്ടിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. കുമ്പളങ്ങ ഇതേപോലെ ഈ ഒരളവിലാണ് നമ്മൾ കുമ്പളങ്ങ നുറുക്കിയെടുക്കണേ കേട്ടോ. ഇനി ചേനയിൽ നമ്മൾ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്ത് നോക്കണേ. ഇനി കായ, ഇനി നമ്മുടെ ക്യാരറ്റ്, ഇനി നമ്മുടെ മത്തങ്ങ കേട്ടോ. കണ്ട നമ്മുടെ മത്തങ്ങയും എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഓരോ വലുപ്പത്തിൽ തന്നെയായിട്ട് മുറിച്ചെടുത്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൂട്ടുകറിയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം നമ്മുടെ കായ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ. മത്തങ്ങ, ചേന, കുമ്പളങ്ങ, ക്യാരറ്റ്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ഞാനൊരു
1.5 ടീസ്പൂണാണ്, ചെറിയൊരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കാട്ടാ. ഇപ്പൊ നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല, ഈ പച്ചക്കറിയുടെ വെള്ളമൊക്കെ ഉണ്ടാവും ഇത് വേവാനായിട്ട് കേട്ടാ. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമ്മളിത് മൂടി വയ്ക്കുന്നു കേട്ടാ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്കുള്ള പൊടികൾ വറക്കലാണ്. അപ്പൊ നമ്മളിതാ തീ കത്തിച്ച് നമ്മുടെ പാൻ അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. ഈ പാനുണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ജീരകം കേട്ടാ, നല്ലോണം 1 ടീസ്പൂൺ ജീരകം തന്നെ എടുത്തിട്ടുണ്ട്. ഈ ജീരകം പൊട്ടി തുടങ്ങുമല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ 5 വറ്റമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. ഒപ്പം തന്നെ നമ്മൾ 2 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കണോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടാ. ഇത് വറുത്ത് വരുമ്പോ തന്നെ നമ്മുടെ ശരിക്കും കൂട്ടുകറിയുടെ മണം വരും. ഈ വറവിലാണ് നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ് നിൽക്കണേ കേട്ടാ. ഇപ്പൊ ഇതാ ഇതിങ്ങനെ വറുത്ത് മുളകൊക്കെ വരുന്നതോട് കൂടി നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ വേപ്പില, ഒരു 4 കതിര് വേപ്പിലയാണ് അതിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ദാ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പൊ ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. കൂട്ടുകറിയിലത്തെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാളികേരം വറക്കുന്നതാണ്. അപ്പൊ നമ്മള് ഒരു നാളികേരാണ് കൂട്ടുകറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ ഈ നാളികേരം ഉണ്ടല്ലോ ഒന്ന് ചെരുകിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തു. അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ചതിയൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഉണ്ട് ഇതേപോലെ. അപ്പൊ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാ നാളികേരം ഓരോ അളവിൽ തന്നെ നമുക്ക് വറുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ ഈ നാളികേരം ഇതിലേക്ക് ഇടും. തീ കുറച്ച് ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടാ. ഇപ്പൊ ഒന്ന് കൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് വറക്കണേ. പിന്നെ ഒന്ന് നാളികേരൊക്കെ നന്നായി ചൂടായി വരില്ലേ, അപ്പൊ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ നല്ല ആ നമ്മുടെ നാളികേരത്തിലത്തെ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാവും, അതോടുകൂടി നമുക്ക് നല്ല വറവായി കിട്ടും കേട്ടാ. ഒപ്പം നമ്മുടെ കറി എന്തായി നോക്കാം. തിളച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. വീണ്ടും മൂടി വെക്കാം കേട്ടാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നാളികേരം വറക്കാം. അതായത് നമ്മുടെ കഷ്ണം എന്ത് വരുമ്പോഴേക്കും നമ്മുടെ നാളികേരം വറുത്ത് കഴിയും. അതേപോലെ നമ്മുടെ പൊടിക്കാനുള്ളത് ഇപ്പൊ അവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നാളികേരന്റെ ഏതാണ്ട് പകുതിയോളം വറവായിട്ടുള്ളൂ. ഒപ്പം നമ്മുടെ ഇപ്പുറത്തുള്ള കഷ്ണം ഉണ്ടല്ലോ അതൊന്ന് തുറന്ന് നോക്കാട്ടെ നമുക്ക്. കാണുമ്പോ നല്ല കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മള് 2 അച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇതില് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെല്ലാണ്, അതായത് ഇതിൽ വേറെ അഴുക്കുകളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഈ കഷ്ണം ഒന്നും അതിന്റെ മുകളിലേക്ക് ഇടും. അപ്പൊ തന്നെ വെള്ളം അവിടെ ഇരുന്ന് ഉരുകോളൂ കേട്ടാ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ നാളികേരം ഒന്ന് വറുത്ത് കഴിയണം. അപ്പൊ അതാ നമ്മുടെ നാളികേരം വറവായിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഈ നാളികേരത്തിന് 4 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഒരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എൻ്റെ പാത്രം ശരിയല്ല, അത് കാരണം ഒരു സൈഡിലേക്ക് പോണേ. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ഉഴുന്നും പരിപ്പ് കേട്ടോ, 1 ടീസ്പൂണാണ് അതിട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്ന് നമ്മൾ ഒരു ബ്രൗൺ കളർ ആവണ വരെ ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചെറിയൊരു ടീസ്പൂണ് ജീരകം കൂടി ഞാൻ ഇട്ട് കൊടുക്കണു. ഈ ജീരകം ഒന്നിതാ പൊട്ടി തുടങ്ങും കേട്ടോ. ജീരകം പൊട്ടി തുടങ്ങി അതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് വേപ്പിലിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഈ വേപ്പിലയുടെ
ആ ഒരു കളറുണ്ടല്ലോ പച്ച കളർ, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ ഒന്നിങ്ങനെ ആക്കുള്ളൂ. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടാണ് നമ്മുടെ കൂട്ടുകറിക്കുള്ളത്. ഇനി നമ്മുടെ കറി എന്തായി നോക്കാം. നമ്മൾ വെള്ളം ഉരുകായിട്ടുണ്ടായിരുന്നല്ലോ, കണ്ട അതൊക്കെ ഉരുകി റെഡി ആയിട്ടുണ്ട്. തൊണ്ടും കൂടി ഇവിടെ ഉരുകാണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണു, ഇളക്കി കൊടുക്കണു. ഒപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ നാളികേരം വറക്കണേൻ്റെ ഇടയിൽ ചേട്ടനെ ഏൽപ്പിച്ച് ഇത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടാ. പൊടിച്ചത് നമ്മൾ മനസ്സിലായില്ലേ, നമ്മൾ മുന്നേ വറുത്ത് വെച്ചതിട്ട് കുരുമുളകൊക്കെ ഇട്ടത്. ആയി നല്ല മണാട്ടാ. ശരിക്കൊരു സദ്യ വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകറി റെഡിയായി. ശരിക്കും സദ്യക്ക് കിട്ടുന്ന അതേ സെയിം കൂട്ടുകറിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരും വെച്ച് നോക്കിക്കോളൂ കേട്ടാ. അപ്പം നോക്കിയത് നമ്മുടെ റോട്ടിലത്തെ കട്ട വരിക്കില്ലതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ആ പറമ്പിൻ്റെ അവിടെ വരെ ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ എ യൂണിക് ഫാമിലി 2.0 പാചകം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പടുക്കപ്പുളി അച്ചാറും മാങ്ങച്ചാറും ആണ് ഇട്ടിരുന്നത്. നന്നായിട്ട് പുകയണം. നാരങ്ങച്ചാർ ഇടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു അഴവിലായിരിക്കും കണ്ട. പക്ഷേ നമ്മുടെ മാങ്ങച്ചാർ ഇടുമ്പോൾ നോക്കിയേ ഇതേപോലെ കട്ടയിട്ടാട്ട് വരിക. അത് ചാറിൽ കുറച്ച് ചാറ് കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അടിപൊളി 2 അച്ചാറുകളാ. ഇതിൻ്റെ എണ്ണയൊക്കെ ശരിക്കും തെളിഞ്ഞു നിൽക്കും. അടിപൊളിയായിട്ട് അതിൽ വെള്ളം ഉള്ള കാരണം നമ്മുടെ നാരങ്ങച്ചാർ രുചി നോക്കുമ്പോൾ വാരി വലിച്ചടിക്കാൻ പറ്റില്ലാട്ടാ അച്ചാറായി കാരണം. എന്നാലും നല്ല രസമാണ്. സദ്യക്ക് പോകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. കക്കൊന്നും ഇല്ല കേട്ടോ, കലപ്പൊന്നും ഉണ്ടാവില്ല. കക്കില്ല എന്നല്ലാതെ പെട്ടെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു പോയത്. കലപ്പൊന്നും ഇല്ല കേട്ടോ അച്ചാറിന്. അടിപൊളി രസമാണ്. നല്ല രസമുണ്ട്. നമ്മളെ സദ്യക്ക് പോണ മാതിരി തന്നെ ശരിക്കും. അതേമാതിരി മാങ്ങാരിയും സദ്യക്ക് പോയി ഞാൻ മാങ്ങച്ചാറ് എപ്പോഴും കൂടുതൽ മേടിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഈ ഓണത്തിന് ഈ 2 അച്ചാറുകളായി ശരിയാക്കിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ അച്ചാറുകൾ രണ്ടും കാണാനായിട്ട് ആ യൂണിക് ഫാമിലി 2.0 പോയിക്കോളൂ കേട്ടോ. അത് നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം റെഡിയായിട്ട് വരാം.